ഡിയർ സ്റ്റുഡൻസ്, നോക്കൂ, ഞാൻ ശശിധരൻ, വർക്ക്ഷോപ്പ് സൂപ്രണ്ടാണ്. ഓക്കെ, എനിക്കൊരു 48 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഏതിനെ നമ്മുടെ ഇൻഡസ്ട്രി വർക്ക്ഷോപ്പ് സൂപ്രണ്ടിൽ ഒരു 17 വർഷം ഒക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. എന്ന് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ആദ്യമായിട്ട് നമ്മൾ എന്ത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ബി എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ് ആവാൻ പോവാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി മസ്റ്റ് ബി അലേർട്ട് ആൾവേസ്, എപ്പോഴും അലേർട്ടായിരിക്കണം. എന്തിനാണ് അലേർട്ടായിരിക്കുന്നത്? പലതരം മെഷീനറികൾ, ഓവർഹെഡ് ക്രെയിനുകൾ, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വർക്ക്ഷോപ്പിലും ലാബിലും നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ യു മസ്റ്റ് ബി അലേർട്ട്. ഓക്കെ, സേഫ്റ്റി, നിങ്ങളുടെ സേഫ്റ്റി, മെഷീൻ്റെ സേഫ്റ്റി, അതേമാതിരിക്കുള്ള നമ്മുടെ വർക്ക്ഷോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ലാബ്, അതിൻ്റെ സേഫ്റ്റി, ഓവറോളായി നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സേഫ്റ്റി, ഇതാദ്യമായിട്ട് അലേർട്ട്നെസ്. ഓക്കെ, രണ്ടാമത്തെ ക്വാളിറ്റി നിങ്ങൾക്ക് എന്താ വേണ്ടിച്ചാൽ ക്യൂരിയോസിറ്റി. വാട്ട് ഈസ് ക്യൂരിയോസിറ്റി? അറിയാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവണം. അറിയാൻ ആഗ്രഹമില്ലാത്ത ഒരാൾ വന്നിരുന്നിട്ട് നോക്കിയിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. അതുകൊണ്ട് യു മസ്റ്റ് ഹാവ് എ ക്യൂരിയസ് മൈൻഡ്. അറിയാനുള്ള ആഗ്രഹമുള്ള മൈൻഡുള്ള കുട്ടികളായിരിക്കണം നിങ്ങൾ. ഓക്കെ, കീൻ ഒബ്സർവേഷൻ. വാട്ട് ഈസ് കീൻ ഒബ്സർവേഷൻ? അപ്പൊ നമ്മളൊരു വർക്ക് ചെയ്യുന്നു. ആ വർക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ തരം ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, എന്തൊക്കെ തരം മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, അത് വേറെ തരം എളുപ്പമാർഗത്തിൽ ചെയ്യാൻ വേറെ വഴികളുണ്ടോ, ഇത് എങ്ങനെയാണ് ആദ്യം ചെയ്തിരുന്നത്, ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇനി എങ്ങനെ നമുക്ക് ഇതിനേക്കായി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കീൻ ഒബ്സർവേഷൻ, അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഈ 3 ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താ പറയാൻ കാരണം? നോക്കൂ, നമ്മൾ ഒരു തിയറി സബ്ജക്റ്റ് ആണെങ്കിൽ എന്താണ് ബൈ ഹാർട്ട് ചെയ്യുന്നു, പരീക്ഷയ്ക്ക് എഴുതുന്നു. ഓക്കെ, അതങ്ങനെയല്ല. നമ്മളെന്താണ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വാട്ട് ഈസ് എഞ്ചിനീയറിംഗ് എന്ന് ആദ്യം മനസ്സിലാക്കാം. എഞ്ചിനീയറിംഗ് ഈസ് എ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് mathematics, okay, physics, mathematics, that is science എന്ന് വെച്ചോളൂ. മാത്തമാറ്റിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി. ഈ ടെക്നോളജി, മാത്തമാറ്റിക്സും സയൻസും ടെക്നോളജിയും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫീൽഡാണ് എഞ്ചിനീയറിംഗ് ഫീൽഡ്. അപ്പം 3നെയും കൂടി ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ 3നെയും ക്ലബ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ശേഷി നമ്മളിൽ ആദ്യമായിട്ട് വളർത്തിയെടുക്കുക. ഓക്കെ, ഇതിൽ എനിക്ക് പറയാനുള്ളത് ഒരു പ്രോവർബാണ് എനിക്ക് പോകാൻ പോകുന്നത്. എന്താണ് ആ പ്രോവർബ്? അതായത് ദി വേ ഓഫ് ഡൂയിങ് ഡ്യൂട്ടി ഈസ് യുവർ പാത്ത് ടു ഗ്ലോറി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ ആ വർക്ക് ചെയ്യാനുള്ള താല്പര്യം, ഡ്യൂട്ടിയിലുള്ള താല്പര്യം, ഡ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കണം. ഡ്യൂട്ടിയിൽ നിങ്ങൾ വളരെയധികം വാല്യൂ കൊടുത്ത് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, യു വിൽ അറ്റൈൻ ദി മാക്സിമം ബെനിഫിറ്റ്. ഓക്കെ, യു വിൽ ഗെറ്റ് ദ മാക്സിമം ബെനിഫിറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കൂ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ പഠിക്കാൻ വന്നിരിക്കുന്നു, പഠിക്കുക. നമ്മളിപ്പോഴത്തെ ഡ്യൂട്ടി എന്താണ്? പഠിക്കുക. പിന്നെ നമ്മൾ ലാബുകളിൽ വന്നാൽ എന്താണ്? അത് പ്രാക്ടിക്കലായി ചെയ്ത് നോക്കുക. അവിടെ നിന്ന് തിയറി പഠിക്കുന്നു, ഇവിടെ വന്നിട്ട് അത് പ്രാക്ടിക്കലായി ചെയ്തു നോക്കുന്നു. രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ എന്താവും? നമുക്കൊരു എഞ്ചിനീയറിംഗ് മൈൻഡ് ഡെവലപ്പ് ആകും. ഓക്കെ, സോ ആ എഞ്ചിനീയറിംഗ് മൈൻഡ് ഡെവലപ്പ് ആക്കി എടുക്കലാണ് നമ്മളുടെ ഈ 3 ഇയർ ഡിപ്ലോമയുടെ ഉദ്ദേശം. ഓക്കെ,
അപ്പൊ നോക്കിക്കോളൂ, ഇതല്ലാണ്ട് ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ എന്താണ്, എഞ്ചിനീയറിംഗിന്റെ ഒരു 10,000-ൽ ഒന്നേ ഉള്ളൂ, ഒരു ഭാഗം ഇവിടെ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ ബിടെക്, എംടെക്, PhD ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്പോഴും നമ്മൾ എന്താ ഒരു 1% ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ആ PhD എടുത്താൽ തന്നെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ മാത്രം PhD. പക്ഷെ നിങ്ങൾ നോക്കിക്കോളൂ, ഇത് ഇൻഫിനിറ്റീവ് ആണ്. നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് ഇല്ല. എത്രയോ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻഫിനിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കിട്ടുന്ന സമയങ്ങൾ അതിലേക്ക് ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പൊ നോക്കൂ, ഞാൻ എന്നെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊരു 45-46 വർഷത്തെ എക്സ്പീരിയൻസ് ആയാലും, അല്ലെങ്കിൽ 48 വർഷത്തോ എക്സ്പീരിയൻസ് ആയാലും, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റഡി പീരീഡത്തെ എക്സ്പീരിയൻസ്, ഇതൊക്കെ പാടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു 50 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആള് എനിക്ക് ഇന്നും ഒരു 1% ഓഫ് ദി എഞ്ചിനീയറിംഗേ എനിക്ക് ഇന്ന് അറിയണ്ടാവുള്ളൂ. അല്ലെങ്കിൽ താഴെ ഉണ്ടാവുള്ളൂ. നോക്കിപ്പോൾ ഓരോ ഫീൽഡിലും പോയാലാണ് നമുക്ക് അറിയാം ഇത് എത്രമാത്രം വാസ്റ്റാണ് ഈ സബ്ജക്റ്റ്, എത്രമാത്രം ഇൻട്രിക്കേറ്റ് ആണ്, അതിനെപ്പറ്റി എത്രമാത്രം ബേസിക്സ് ഒക്കെ മനസ്സിലാക്കണം നമ്മൾ. അപ്പോഴാണ് നമുക്ക് അറിയുള്ളൂ നമ്മൾ ഇത്രയും വലിയൊരു ഫീൽഡിലേക്കാണ് വന്ന് ചേർന്നിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൺലി എ ബിഗിനിങ്. അപ്പൊ നിങ്ങൾ എന്താണ്, യുവർ പാത്ത് ഓഫ് ഡ്യൂട്ടി ഈസ് ദ വേ ടു യുവർ ഗ്ലോറി. അതാണ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നോക്കും, നമ്മൾ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ എന്താ പഠിപ്പിക്കാൻ പോകുന്നത്, നമ്മുടെ വർക്ക്ഷോപ്പിലും ലാബിലും ഒക്കെ ഉണ്ട് കുറെ നിങ്ങളുടെ തിയറി ക്ലാസ്സിൽ എന്ത് പഠിക്കുന്നോ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് നമ്മൾ വർക്ക്ഷോപ്പുകളിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, അതിന്റെ ഒരു ബേസിക് വർക്ക്ഷോപ്പ്, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് വർക്ക്ഷോപ്പ് എന്നൊന്നും അറിയില്ല. അപ്പൊ നിങ്ങൾ വർക്ക്ഷോപ്പിൽ വന്നു, നമ്മൾ കുറേ വർക്ക്ഷോപ്പുകൾ നമ്മൾ റോഡ് സൈഡിൽ അവിടെ ഇവിടെ വീടിന്റെ അടുത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കൂടാതെ നോക്കിക്കോളും, നമ്മൾ അതിനൊന്നും നമ്മൾ വളരെ ഇന്റീരിയർ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടാവില്ല. അതൊക്കെ നമ്മൾ പെരിഫറലായിട്ട് കാണുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാര്യമായിട്ട് നോക്കാണ്ടെങ്കിൽ അങ്ങനെ ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ വർക്ക്ഷോപ്പ് പ്രാക്ടീസ് ആണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ എൻ്റെ കൺട്രോളിൽ നിങ്ങൾ പഠിക്കാൻ പോകും. ഓക്കെ, വർക്ക്ഷോപ്പുകളിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ എന്തൊക്കെയാണ് നോക്കിക്കോളും. അപ്പൊ 2008 വർക്ക്ഷോപ്പ് പ്രാക്ടീസാണ് നിങ്ങൾക്ക് അവിടെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോമൺ ടു സിവിൽ, ഓട്ടോമൊബൈൽ ആൻഡ് മെക്കാനിക്കൽ, കോമൺ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലൊരു സിലബസ്, നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസ് പ്രകാരം എന്തൊക്കെ ചെയ്യിക്കണം, ആ ചെയ്യിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നോക്കൂ, അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ്, മാനുഫാക്ചറിങ് പ്രോസസ്. ഓക്കെ, മാനുഫാക്ചറിങ് പ്രോസസ്സാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. പ്രാക്ടിക്കലായി പഠിക്കുകയാണ്. ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, തിയറിറ്റിക്കലായിട്ട് മാനുഫാക്ചറിങ് പ്രോസസ് പഠിക്കുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ലാബിൽ വന്നിട്ട് അത് പ്രാക്ടിക്കലായി ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നോക്കാം, നമ്മൾ ഇപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വരികയാണ്. വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്, അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആ വർക്ക്ഷോപ്പിൽ എന്താണ് ചെയ്യുന്നത്, മാക്സിമം എന്തായിരിക്കും നമ്മുടെ വർക്ക്ഷോപ്പിൽ മെറ്റൽസ് ആയിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. മെറ്റൽസ്, പലതരം മെറ്റൽസ്. ആ മെറ്റൽസിന് എന്ത് ചെയ്യുന്നു, ഓരോ തരം ഫോമുകളാക്കി മാറ്റുന്നു. ഓരോ തരം അല്ലെങ്കിൽ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള പല മെറ്റീരിയൽസ്, അതായത് മറ്റു യൂട്ടൻസിൽസോ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടുകളോ അല്ലെങ്കിൽ മെഷീൻസോ അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ഉണ്ടാക്കുന്നു. ഓക്കെ, അതിന്റെ ബേസിക്സ് ആണ് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നത്. അപ്പൊ നോക്കിക്കോ, അപ്പൊ പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്. ഓക്കെ, പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ് ആണ് നിങ്ങളിപ്പോ വർക്ക്ഷോപ്പിൽ ചെയ്യുന്നത്, പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്. അപ്പൊ അതിന്റെ മുമ്പേ നമ്മൾ നോക്കിക്കോളൂ, എന്ത് പറയണം, ഒരു പർപ്പസ് എന്താണ് നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ വരുന്നത്, അതിന്റെ ഒന്നും ആദ്യം വരും നോക്കാം. ഓക്കെ, വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് എന്താണ്, ഒരു ബേസിക് വർക്കിംഗ് നോളജ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഓക്കെ, ബേസിക് വർക്കിംഗ് നോളജ്, എന്തൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അതിന് എന്തൊക്കെ തരം ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ തരം ഒബ്സർവേഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ആദ്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഗീവ്സ് എ ബേസിക് വർക്കിംഗ് നോളജ്. ഓക്കെ, അപ്പൊ നോക്കൂ, പിന്നെ രണ്ടാമത് അവിടെ എന്താണ് ചെയ്യുന്നത്, അവിടെ വർക്ക് ചെയ്യാൻ കുറെ മെഷീനറികൾ ഉണ്ടായിരിക്കും, കുറെ പിന്നെ ടൂൾസ് ഉണ്ടായിരിക്കും, വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകൾ ഉണ്ടായിരിക്കും, പിന്നെന്താണ് വർക്കിംഗ് ഏരിയാസ്, അല്ലാന്നുണ്ടെങ്കിൽ
പിന്നെ പല വിധത്തിലുള്ള പ്രസ്സുകൾ, അങ്ങനെ പല പല വിധത്തിലുള്ള മെഷീൻസ് ഉണ്ടായി, മെഷീൻ ടൂൾസ് ഉണ്ടായി, വേരിയസ് ടൂൾസ്. ആ ടൂൾസിനെ പറ്റിയിട്ട് നിങ്ങൾ ജനറലായിട്ട് പഠിക്കുന്നു. അതിപ്പോൾ നമ്മളിപ്പോൾ കാർപ്പൻട്രിയിൽ പോവുകയാണെങ്കിൽ കാർപ്പൻട്രിയിൽ എന്താണ് നമ്മൾ സാധാരണ ആശാരിപ്പണികൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, ആ ടൂൾസ്, ആ ടൂൾസ് ഒക്കെ തന്നെയാണ് നമ്മുടെ വർക്ക്ഷോപ്പിലുള്ളത്. അപ്പോൾ ആശാരികൾക്ക് എന്താണ് വേണ്ടത്? ജാക്ക് പ്ലെയിന്, ചിസൽസ്, പിന്നെ കട്ടിങ് സോസ്, പിന്നെന്താണ് പ്ലെയിനിങ് മെഷീൻസ്, പിന്നെന്താണ് വേറെ പല വിധത്തിലുള്ള ഡ്രില്ലിങ് മെഷീൻസ്. അതൊക്കെ എന്താണ് ആശാരിപ്പണികളിൽ അതെന്തൊക്കെയാണ്, അതൊക്കെ എന്താണ് ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് നോക്കിക്കോളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ 6 സെക്ഷനാണ് ഉള്ളത്. അപ്പൊ 6 സെക്ഷനിൽ ഏതൊക്കെയാണ്? പിന്നെ ഇവിടുത്തെ സീക്വൻസ് അനുസരിച്ച് കാർപ്പൻട്രി കഴിഞ്ഞാൽ ഫൗണ്ടറി. ഫൗണ്ടറിയിൽ എങ്ങനെയാണ്? ഫൗണ്ടറിയിൽ എന്താണ് ചെയ്യുന്നത്? കാസ്റ്റിംഗ്, വാർപ്പാണ് നമ്മൾ ഫൗണ്ടറിയിൽ ചെയ്യുന്നത്. എന്താണ് വാർപ്പ്? വാർപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ചീനച്ചട്ടി, കാസ്റ്റേൺ ചീനച്ചട്ടി, പിന്നെ നമ്മൾ നോക്കിക്കോളൂ മറ്റേ നിലവിളക്കുകൾ, ഓക്കെ, അപ്പച്ചട്ടി, കരോലച്ചട്ടി, ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെയാണ് വാർത്തുണ്ടാക്കുന്നത്. കപ്പികള്, അതേമാതിരി വെയിറ്റ് ലിഫ്റ്റിങ്ങിനുള്ള, നമ്മുടെ വെയിറ്റ് ലിഫ്റ്റിങ്ങിനുള്ള ആ ഒരു റോഡിന്റെ മുകളിൽ വെയിറ്റുകൾ ആഡ് ചെയ്യാൻ പറ്റുന്ന ഡിസ്കുകൾ, അതൊക്കെയാണ് ഫൗണ്ടറിയിൽ നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, കാസ്റ്റിംഗ്. പിന്നെ നമ്മൾ നോക്കിക്കോളൂ, പിന്നെ വേറൊരു സെക്ഷൻ ഉള്ളത് എന്താണ്? സ്മിത്തി ഓർ ഫോർജിങ്. നമുക്ക് അടിച്ച് പരത്തുക, അടിച്ച് നീട്ടുക, അടിച്ച് ഷേപ്പ് മാറ്റുക, പിന്നെ ഒരു മെറ്റീരിയലിന്റെ ക്യാരക്ടറുകൾ മാറ്റിയെടുക്കുക. അതായത് ഹാർഡ്നെസ്, ടഫ്നെസ് ഇതൊക്കെ മാറ്റിയെടുക്കുക, ബ്രിട്ടിൽനെസ് ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അതൊക്കെയാണ് നമ്മൾ ഡിഫറെന്റ് ഫോംസ് ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ സ്മിത്തി ഷോപ്പ്. ഓക്കെ, സ്മിത്തി ഷോപ്പ് കഴിഞ്ഞാൽ എന്താണ് പിന്നെ നെക്സ്റ്റ്? വെൽഡിംഗ് ഷോപ്പ്. വെൽഡിംഗ് ഷോപ്പിൽ എന്താ ചെയ്യുന്നത്? വെൽഡിംഗ് ഷോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മെറ്റൽ, പലതരം മെറ്റൽസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുക, 2 പീസുകളെ അല്ലെങ്കിൽ 3 പീസുകളെ ജോയിൻ ചെയ്യുക, അതെന്തൊക്കെയാണ് മെത്തേഡ്സ്, അതിനുപയോഗിക്കുന്ന മെഷീൻസ് ഏതൊക്കെയാണ്, അതിന്റെ തിയറി എന്താണ്, അതിന്റെ പ്രാക്ടിക്കൽ സൈഡുകളെ പറ്റിയിട്ടുള്ള ഒരു ജനറൽ നോളജ്, അതെങ്ങനെയാണ് വെൽഡ് ചെയ്ത ശേഷം ടെസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ പിന്നെ ടെസ്റ്റിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, അത് പിന്നെ എത്ര ലോഡ് എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? വെൽഡിങ്ങിൽ പഠിക്കണം. പിന്നെ നമ്മൾ അതിന്റെ ശേഷം എന്താണ്? ഷീറ്റ് മെറ്റലിൽ എന്താണ്? ഇപ്പൊ നമ്മൾ ഷീറ്റ് മെറ്റലിനെ കൊണ്ട് നിങ്ങൾ സാധാരണ കണ്ടെന്താണ്? ഇപ്പൊ ബസ് ബോഡി, കാറിന്റെ ബോഡി, ഇപ്പൊ ട്രാക്ടർ, അതേമാതിരിക്കൊക്കെ എയറോപ്ലെയിൻ, ഇങ്ങനെയുള്ള ബോഡികളൊക്കെ എന്തായിരിക്കും? ഷീറ്റുകൾ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കും. അതെന്ത് ചെയ്യുന്നു? പ്രസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിന്നെ ഡൈപ്രസ്സിങ്ങോ അല്ലാതെ അടിച്ച് ഫോം ചെയ്തിട്ടോ അല്ലാതെ കട്ട് ചെയ്ത് ഷേപ്പുകൾ ജോയിൻ ചെയ്തിട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഷീറ്റ് മെറ്റൽ കൊണ്ട് പലതരം വർക്കുകൾ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ്? അതിന്റെ ടൂൾസ് എന്തൊക്കെയാണ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സപ്പോർട്ടിങ് ടൂൾസ് എന്തൊക്കെയാണ്, അതിന്റെ ആ കാര്യങ്ങളാണ് നിങ്ങൾ ഷീറ്റ് മെറ്റലിൽ പഠിക്കുന്നത്. ഷീറ്റ് മെറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്താണ്? ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഫിറ്റിംഗ്. അപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഫിറ്റിംഗിൽ പലതരം ഇതുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? പലതരം മോഡൽസ്, വി ഷേപ്പ് ഉണ്ടാക്കുന്നു. അതിന് എന്തൊക്കെ ടൂൾസ് വേണം? ഒരു വി ഷേപ്പ്, ഒരു ഇരുമ്പ് പീസിൽ ഒരു വീമായിരിക്കും കട്ട് ചെയ്തെടുക്കുക. അതിന് എന്തൊക്കെ ടൂൾസ് വേണം? അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? ഏത് ഹാക്സോ വെച്ച് കട്ട് ചെയ്യുന്നു, ഫയൽ വെച്ചിട്ട് ഫയൽ ചെയ്യുന്നു, പിന്നെ എന്താണ് ഷീൽഡോട് വെച്ചിട്ട് മെഷർ ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രൈ സ്ക്വയറോ അല്ലെങ്കിൽ വേറെ വിധത്തിലുള്ള ടൂൾസ് വെച്ചിട്ട് അതിനെ മെഷർ ചെയ്യുന്നു. അതിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ നോക്കിയെടുക്കുന്നത്. അതൊക്കെയാണ് ഫിറ്റിങ്ങിലെ വർക്ക്. പക്ഷെ നമുക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ നോക്കൂ, ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഫിറ്റിംഗ്. ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫിറ്റിംഗിൽ? ഇപ്പൊ നമ്മൾ കുറച്ചായിട്ട് പ്രാക്ടിക്കൽ സൈഡിലേക്ക് വന്ന് നോക്കാം. പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ നോക്കിക്കോളൂ, നമ്മളിപ്പോ സാധാരണ നമ്മൾ കാണുന്നത് നമ്മളൊരു ട്രെയിനാണെന്ന് വിചാരിക്കും. അപ്പൊ ട്രെയിൻ ഇലക്ട്രിക് ട്രെയിനോ അല്ലാന്നുണ്ടെങ്കിൽ ഡീസൽ എഞ്ചിൻ ഓടുന്ന ട്രെയിനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിക്കോളൂ, അവിടെയാണ് അതിന്റെ അപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്. നോക്കിക്കോളൂ, ഇതേമാതിരിക്കുള്ള ഒരു ഗിയർ അതിന്റെ അടിയിൽ ഒരു മോട്ടറിലുണ്ടായിരിക്കും. ആ മോട്ടറിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു പല്ലുചക്രം ഉണ്ടായിരിക്കും മോട്ടറിന്റെ മുകളിൽ. ആ പല്ലുചക്രം അതിന്റെ ചക്രത്തിന്റെ മുകളിൽ വലിയൊരു പല്ലുചക്രം ഉണ്ടായിരിക്കും. അത് മോട്ടർ ഓടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ പല്ലുചക്രം പോയിട്ട് പല്ലുചക്രത്തിൽ വെയിറ്റ് ചെയ്ത് ഈ പല്ലുചക്രം ആ പല്ലുചക്രത്തിന് ചുറ്റുന്നു. അങ്ങനെയാണ് നമ്മുടെ ട്രെയിൻ ഓടുന്നത്. ഓക്കെ, അപ്പൊ ട്രെയിൻ ഓടുന്നതിൽ ഇപ്പൊ ആ മോട്ടറിന്റെ മുകളിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഗിയർ വീൽ ഫിറ്റ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഇവിടെ നിങ്ങൾക്ക് ബേസിക് നിങ്ങൾ മനസ്സിലാക്കുന്നു.
പിന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണ്, എവിടെയാണ് അത് അപ്ലൈ ചെയ്തിരുന്നത്, ആ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ബേസിക് നോളജും അവിടുത്തെ പ്രാക്ടിക്കലും കൂടി രണ്ടും കൂടി ചേർന്നിട്ട് നിങ്ങൾ ഒരു എഫിഷ്യന്റ് മെക്കാനിക്കായിട്ട് മാറുന്നു. ഓക്കെ, ക്വാളിഫൈഡ് മെക്കാനിക് ആവുന്നു. അപ്പൊ അത് നോക്കിക്കോളൂ, ഞാൻ അതിൽ ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം. അപ്പൊ നോക്കിക്കോളൂ, ആ മോട്ടറിന്റെ സൈഡിൽ, മോട്ടറിന്റെ ഷാഫ്റ്റിൽ ഒരു ടാപ്പർ പോർഷൻ ഉണ്ട്. മോട്ടറിന്റെ ഔട്ട് സൈഡിൽ എന്താണ്, ഷാഫ്റ്റ് ഒരു ടാപ്പർ പോർഷനാണ്. ഗിയർ വീലിന്റെ ഇൻസൈഡ് ഒരു ടാപ്പർ പോർഷനാണ്. ആ ഇൻസൈഡ് ടാപ്പർ പോർഷനിലേക്ക്, ഔട്ട്സൈഡ് ടാപ്പർ പോർഷനിലേക്ക് ജസ്റ്റ് ആണ് കയറ്റി വിടുന്നു. കയറ്റി വിട്ടിട്ട് അതായത് അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഉള്ളിലെ ബിയറിംഗ് എത്ര പെർസെൻറ്റേജ് അതിന്റെ ഷാഫ്റ്റിന്റെ മുകളിൽ എത്ര ടച്ച് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, ഒരു ലേശം എന്ത് ചെയ്യുന്നു, കളർ കൊടുക്കുക, കളർ മാച്ച് ചെയ്യുകയാണ്. കളർ മാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഷാഫ്റ്റിലേക്ക് കയറ്റും. എന്നിട്ട് എത്ര ഭാഗം അത് ടച്ചായി, 90% ടച്ചിങ്, അതായത് ഈ കളർ ഷാഫ്റ്റിന്റെ മുകളിൽ 90% ടച്ച് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫിറ്റ്. ലെസ് ദാൻ 90 ഫിറ്റ് അല്ല. എന്താണ്, ഏരിയ ഓഫ് കോണ്ടാക്ട് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ ദാറ്റ് ഫിറ്റിംഗ്. ഏതിലെ, ആ ട്രാക്ഷൻ മോട്ടോറിന്റെ മുകളിൽ ഈ പിനിയൻ കറക്റ്റായി കയറ്റുന്ന സമയത്ത് അതിന്റെ ഷാഫ്റ്റിന്റെ എന്തൊരു ടാപ്പറായിരിക്കും, ഇതിന്റെ ഇൻസൈഡ് ഒരു ടാപ്പറായിരിക്കും. കയറ്റി വെച്ച ശേഷം എന്ത് ചെയ്യുന്നു, ഇതിനെ എന്ത് ചെയ്യുന്നു, അങ്ങനെ വിടുകയാണ്. അതായത് ഇതിനെ അങ്ങനെ, അതിന് വേറൊരു ടെമ്പറേച്ചർ പ്രോസസ്സും കൂടി ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വീലിനെ ചൂടാക്കുമ്പോൾ എന്തായിരിക്കും, ഇത് വികസിക്കും. രണ്ടാമത് എന്ത് ചെയ്യുന്നു, ഈ ചൂടുള്ള ആ പിന്നെ ഗിയർ വീൽ എന്ത് ചെയ്യുന്നു, മോട്ടറിന്റെ ഷാഫ്റ്റിലേക്ക് കയറ്റുന്നു. അവിടെ വെച്ചിട്ട് കൂൾ ചെയ്യാൻ വിടുമ്പോൾ എന്താ സംഭവിക്കുക, ഇത് ചൂടായത് അതിന്റെ മുകളിൽ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിരിക്കുക. എന്താണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇത് വികസിക്കും, കുറയുമ്പോൾ അത് ചുരുങ്ങും. അപ്പൊ ആക്സിഡന്റ് ഷാഫ്റ്റിന്റെ മുകളിൽ കയറിയിട്ട് അതവിടെ ടൈറ്റായിട്ട് ഫിറ്റായിട്ടിരിക്കും. നമുക്ക് നട്ടും വേണ്ട, ബോൾട്ടും വേണ്ട, ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക് പിടിച്ചുകൊണ്ടേയിരിക്കും. അത്രയും ടൈറ്റായിട്ട് പിടിക്കും. അതേമാതിരി ബെയറിങ്സ് നമ്മൾ ഇപ്പൊ ആക്സിലിന്റെ മുകളിൽ എന്താണ്, ബെയറിംഗ് ഫിറ്റ് ചെയ്യണം. ബെയറിംഗ് ഫിറ്റ് ചെയ്യുക എങ്ങനെയാണ്, വെറുതെ ഇട്ടാൽ ലൂസായി പോകും അല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നു, ബെയറിങ്ങിനെ ഒരുപാട് ഒരു ടെമ്പറേച്ചർ 100-120 ചൂടാക്കുന്നു. ഷാഫ്റ്റിന് എന്ത് ചെയ്യുന്നു, ആക്സിലിന് കഴിയുന്നത്ര റൂം ടെമ്പറേച്ചറിനേക്കായി താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ബെയറിങ്ങിനെ അതിന് മുകളിൽ കയറ്റിക്കുന്നു. ആ കയറ്റിച്ചാൽ എന്താണ്, ബെയറിംഗ് തണുക്കുന്ന സമയത്ത് എന്തായി, ആ റൂം ടെമ്പറേച്ചറിൽ തണുക്കുമ്പോഴേക്കും ഈ ബെയറിങ്ങിന്റെ ഇന്നർ റേസ് കറക്റ്റായിട്ട് ആക്സിൽ ടൈറ്റായി പിടിച്ചിട്ടുണ്ടാവും. കാരണം ടെമ്പറേച്ചർ അവിടെ കുറയുമ്പോൾ എന്താണ്, ഇതിന്റെ ഡാമേജ് കുറയും. ഇതൊക്കെയാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. ഓക്കെ, വെൽഡിങ്ങിൽ എന്താണ്, ഫാബ്രിക്കേഷൻ ഓഫ് മെറ്റീരിയൽ, മെഷീനറി, ബോഡി, കാർ ബോഡി, അങ്ങനെയുള്ളതൊക്കെയാണ് വെൽഡിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്, ഫാബ്രിക്കേഷൻ ഓഫ് ബോഡി ഫ്രെയിംസ്, അതൊക്കെയാണ് വെൽഡിങ്ങിൽ ചെയ്യുന്നത്. ഷീറ്റ് മെറ്റലിൽ എന്താണ്, അതിന്റെ പുറമുള്ള ലാഗിങ്സ് ചെയ്യുന്നത്. സ്മിത്തിയിൽ എന്താണ് ചെയ്യുന്നത്, പല വിധത്തിലുള്ള അടിച്ച് പരത്താനും നീട്ടുവാനും അതേമാതിരി ഷേപ്പുകൾ മാറ്റിയെടുക്കുക, ചൂടാക്കി അടിച്ച് പരത്തിയിട്ട്, അതൊക്കെയാണ് സ്മിത്തിയിൽ ചെയ്യുന്നത്. ഫൗണ്ടറിയിൽ എന്താണ്, ഉരുക്കി വാർത്തെടുക്കുക. അതിനൊരു എക്സാമ്പിളാണ്, നോക്കിക്കോളൂ. അപ്പോൾ വേണ്ടത് ഉരുക്കി വാർത്തെടുത്ത ഒരു കാസ്റ്റ് അയൺ പീസാണ്. ഓക്കെ, നമ്മുടെ മെഷീൻ ഷോപ്പിൽ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഓക്കെ, കാസ്റ്റിംഗ്. അപ്പോൾ നോക്കി, ഇത് അതേമാതിരിക്കാൻ അവിടെ കാസ്റ്റ് ചെയ്ത് നമുക്ക് ഗിയർ വീൽ കാസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ നോക്കിക്കോളൂ, ഇവിടുത്തെ കുട്ടികൾ ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. എന്താണ്, അവർ നമ്മുടെ ഷേപ്പിംഗ് മെഷീനിലത്തെ ഒരു ഗിയർ വീല് പൊട്ടിപ്പോയി, പ്ലാസ്റ്റിക്, അതായത് നൈലോണിന്റെ പൊട്ടിപ്പോയ സമയത്ത് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്തു വെച്ചാൽ അതിന്റെ മോഡൽ അവിടെ ഉണ്ടാക്കി കാസ്റ്റ് ചെയ്തെടുത്തിട്ട്, അലുമിനിയത്തിൽ കാസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മെഷീൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 3 മെഷീനിലും ഇതേമാതിരിക്ക് പൊട്ടിപ്പോയിട്ട് 3 പുതിയ ഗിയർ വീലുകൾ അലുമിനിയത്തിൽ നമ്മുടെ ഫൗണ്ടറി സെക്ഷനിൽ കാസ്റ്റ് ചെയ്തെടുത്തിട്ട് ഫിറ്റ് ചെയ്തിട്ടാണ് ഓടുന്നത്. ഓക്കെ, കാർപ്പൻറ്ററി നിങ്ങൾ സാധാരണ കണ്ട് വീടിന്റെയൊക്കെ ജോയിനറികൾ, അതേമാതിരി ജോയിന്റുകളൊക്കെ ഉണ്ടാക്കുന്നതാണ് കാർപ്പൻറ്ററി. അതൊക്കെ ഇത്ര 6 സെക്ഷനാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, ഇപ്പൊ നോക്കിക്കോളാം, അത് നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഈ 6 സെക്ഷനിലും നിങ്ങൾക്ക് എന്താണ്, 6 സെക്ഷനിലും നിങ്ങൾ എന്തൊക്കെ വർക്കുകളാണ്, എന്തൊക്കെ മെഷീനറി ടൂൾസുകളാണ്, എന്തൊക്കെ പിന്നെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകളാണ്, എന്തൊക്കെ പിന്നെ കട്ടിംഗ് ടൂൾസ് ആണ്, എന്തൊക്കെ ചിപ്പിംഗ് ടൂൾസ് ആണ്, എത്ര സ്ട്രൈക്കിംഗ് ടൂൾസ് ഏതൊക്കെയാണ്, പിന്നെ അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് ടൂൾസ് എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഓരോ സെക്ഷനിലെത്തിയും പഠിക്കണം. മെഷറിംഗ് ടൂൾസിനെ കറക്റ്റായിട്ട് പഠിക്കണം. അതൊക്കെയാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായി ചെയ്യാൻ പോകുന്നത്. അതിന്റെ മുമ്പേ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. ഈ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ പ്രൈമറി മാനുഫാക്ചറിങ് പ്രോസസ്സ്, പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്.
പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സ് എന്താണ്? ഒരു ഏകദേശ രൂപം ആക്കിയെടുക്കുക. ഏകദേശ രൂപം ആക്കിയെടുക്കുക. നമ്മൾ നോക്കിക്കോളൂ, ഒരു വെട്ടുകത്തി എന്താണ്? ഏകദേശ രൂപം ആക്കിയെടുത്താൽ മതി. അത് ഒരു വലുതായാലും ചെറുതായാലും കുഴപ്പമില്ല. ഒരു മഴു ഒരെണ്ണം വലുതായാലും ചെറുതായാലും ഒന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു മമ്മട്ടി രണ്ടെണ്ണം വലുതായാലും ചെറുതായാലും ഒന്നും കുഴപ്പമില്ല. അതൊക്കെ എന്താണ്? പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സാണ്. അപ്പൊ നോക്കിക്കോളൂ, അതിലെന്താണ്? കാസ്റ്റിംഗ്. നമ്മൾ കാസ്റ്റ് ചെയ്തെടുത്തു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഗിയർ വീല് നമ്മൾ കാസ്റ്റിംഗിൽ ഫൗണ്ടറിയിൽ കാസ്റ്റ് ചെയ്തെടുത്താണ് കാസ്റ്റിംഗ്. അതൊരു പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സാണ് കാസ്റ്റിംഗ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് ഉണ്ടാക്കുക? ആദ്യമായിട്ട് കാസ്റ്റിംഗ് എങ്ങനെ ചെയ്യാം? ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ ഒരു അച്ചുണ്ടാക്കുന്നു. അതായത് മോൾഡിംഗ് സാൻഡ് ഉപയോഗിച്ച് ഇതിന്റെ അച്ചുണ്ടാക്കുന്നു. ഇതിന്റെ റിപ്ലിക്ക, ദാറ്റ് ഈസ് മോൾഡ്. ആ മോൾഡിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഇതിൽ എന്ത് മെറ്റലാണോ ഉണ്ടാക്കേണ്ടത് ആ മെറ്റല് പിന്നെ നമ്മുടെ സ്മിത്തി ഫോർജിങ്ങിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കുന്നു. ആ മെറ്റലിന് ഉരുക്കിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ നമ്മൾ ഫൗണ്ടറിയിൽ ഉണ്ടാക്കിയ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മോൾഡിലേക്ക് ഒഴിച്ചിട്ട് സോളിഡിഫൈ ചെയ്യാൻ വിടുന്നു, സമയം കൊടുക്കുന്നു. അതിന്റെ ശേഷം നമ്മളത് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അതിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാം. പക്ഷെ അവിടെ നമ്മൾ വേറെ തിയറികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ മോൾഡിനേക്കാളും ചെറുതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. എന്താ കാരണം? ചൂടായ മെറ്റലാണ് ഒഴിക്കുന്നത്. ചൂടായ മെറ്റൽ തണുക്കുമ്പോൾ എന്താവും? വോളിയം കമ്മിയാവും. അപ്പൊ കുറച്ച് ചെറുതാവും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഒരു അലവൻസ് അവിടെ കൊടുക്കണം. ഓക്കെ, അതൊക്കെയാണ് അവിടെ മനസ്സിലാക്കുന്നത്. അവിടെ നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കാർപ്പൻറ്ററിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ല, ടീ ജോയിന്റ് അല്ലെങ്കിൽ ബ്രൈഡൽ ജോയിന്റ്, അങ്ങനെയുള്ള ജോയിന്റുകളൊക്കെ ഉണ്ടാക്കുക. അതിന് എന്തൊക്കെ ടൂൾസുകൾ ഉപയോഗിക്കുന്നു? ഇത്രയാണ് നമ്മളിവിടെ ഈ 2008 വർഷം പ്രാക്ടീസ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ നോക്കിക്കോളൂ, അതിൽ പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സിൽ നമ്മൾ നോക്കിക്കോളൂ. അടുത്ത പ്രോസസ്സാണ് കാസ്റ്റിംഗ് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ്? റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ നോക്കിക്കോളൂ, ഇപ്പൊ നമുക്ക് വീട്ടിലൊക്കെ സാധാരണ ആംഗിളുകൾ കാണാൻ പറ്റും, ചാനൽ കാണാൻ പറ്റും, മറ്റേ പല വിധത്തിലുള്ള സെക്ഷൻസ് ആയിട്ടുള്ള ഐറ്റംസ് കാണാൻ പറ്റും. ഈ ഐറ്റംസ് ഒക്കെ എന്താണ്? ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ ഇൻഡസ്ട്രീസിൽ, ദാറ്റ് ഈസ് അറൌണ്ട് ടാറ്റ, അല്ലെങ്കിൽ ബിലായി സ്റ്റീൽ പ്ലാന്റ്, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് HSL, റൗർക്കേല, ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ്? വലിയ ഇൻഗോട്ടുകളാക്കി വിടുന്നു. എവിടുന്ന്? അയണോർ എടുത്തിട്ട് അതിനെ ഇൻഗോട്ടുകളാക്കി മാറ്റുന്നു. അവിടുന്ന് ആ സാധനം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മള് ചെറിയ കമ്പനികളിൽ വന്നിട്ട് അതിനെ ചൂടാക്കിയിട്ട് റോളിംഗ് മിൽസ് ഉണ്ട്. റോളേഴ്സ് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ചൂടാക്കി അതിന്റെ ഉള്ളിൽ കൂടെ കയറ്റി വിട്ടാൽ ഏത് രീതിയിലുള്ള ഡൈ ആണോ അത് ആ ഷേപ്പിലുള്ള ആംഗിൾസോ അല്ലെങ്കിൽ ചാനൽസോ അല്ലാന്നുണ്ടെങ്കിൽ T സെക്ഷനോ അങ്ങനെ ഏതാ വേണ്ടിയിട്ട് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് റോളിംഗ് പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന പല സാധനങ്ങളാണ്. കാസ്റ്റ് ചെയ്ത ഐറ്റംസ് മാർക്കറ്റിൽ കിട്ടും, റോൾ ചെയ്ത ഐറ്റംസ് മാർക്കറ്റിൽ കിട്ടും. പിന്നെ ഫോർജ് ചെയ്ത് പല സാധനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടാൻ പറ്റും. നമുക്കും ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ഫോർജിങ്, ഇതാണ് പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സ്. പിന്നെ എക്സ്ട്രൂഷൻ. വാട്ട് ഈസ് എക്സ്ട്രൂഷൻ? അപ്പൊ നമ്മൾ റോൾ ചെയ്യുമ്പോൾ എന്താണ്? ചൂടാക്കിയ ഇൻവെർട്ടർ ആ ഡൈന്റെ ഉള്ളിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഡൈന്റെ ഉള്ളിൽ കൂടെ കയറ്റുമ്പോൾ എന്താണ്? ആ ഡൈന്റെ ഷേപ്പ് എന്താണോ ആ ഷേപ്പിൽ അങ്ങനെ നീളത്തിൽ കിട്ടും. ഓക്കെ, എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചൂടാക്കിയ ഇൻവെർട്ടർ ബാക്ക് തള്ളിക്കൊടുത്താൽ എന്താണ്? ഒരു ഹോൾ ഉണ്ട് വിചാരിക്കുക, ആ ഹോളിന്റെ ഉള്ളിൽ കൂടെ തള്ളി എന്താണ്? ആ ഹോളിന്റെ ഷേപ്പിൽ എന്താണോ ആ സാധനം അങ്ങനെ പുറത്തേക്കാണ്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ്ട്രൂഷൻ. നെക്സ്റ്റ് എന്താണ്? പൗഡേർഡ് മെറ്റലർജി. വാട്ട് ഈസ് പൗഡേർഡ് മെറ്റലർജി? അത് നമുക്ക് ഒരു കെമിക്കൽ പ്രോസസ്സാണ്. ഓക്കെ, എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ. ഇപ്പൊ നമ്മളെ സാധാരണ നമ്മളിപ്പോ മെഷീൻ ഷോപ്പിലാണ് വിചാരിക്കുക. മെഷീൻ ഷോപ്പിൽ നമ്മൾ നോക്കിക്കോളൂ, എന്താണ് ചെയ്യുന്നത്? നമ്മൾ പലതരം മെറ്റൽസിനെ ഫോം ചെയ്തെടുക്കുകയാണ്. ഏത് രീതിയിലാണ് നമുക്ക് വേണ്ട ഷാഫ്റ്റുകളോ അല്ലെങ്കിൽ പുള്ളികളോ അല്ലെങ്കിൽ റോളറുകളോ ഒക്കെ ഉണ്ടാക്കുകയാണ് വിചാരിക്കുക. നമ്മുടെ മാനുഫാക്ചറിങ് അങ്ങനത്തെ സാധനമാണ് നമുക്ക് മെഷീൻ ഷോപ്പിൽ ഉണ്ടാക്കേണ്ടത്. ആ മെറ്റലിനെ കട്ടെടുക്കണമെങ്കിൽ എന്തായിരിക്കണം? അതിലേക്കും ഹാർഡ്നസ്, ടഫ്നെസ്, അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള കട്ടിംഗ് ടൂൾസ് ആയിരിക്കണം. ആ കട്ടിംഗ് ടൂൾസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്രോസസ്സാണ് പൗഡേർഡ് മെറ്റലർജി. ഓക്കെ, പൗഡേർഡ് മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്താണ്? പല വിധത്തിലുള്ള മെറ്റീരിയലിന്റെയും പൗഡറുകൾ ചേർത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ബേക്കിംഗ്, അതിന് നമ്മൾ ഏത് ഷേപ്പാണോ വേണ്ടത് അതിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ബേക്കിംഗ് ചെയ്യും. അങ്ങനെ എടുക്കുന്ന പൗഡേർഡ് മെറ്റലർജി. പിന്നെ കട്ടിങ് എന്താണ്? നമ്മളിപ്പോ വലിയ ഇത് മാർക്കറ്റിൽ കിട്ടും, ചാനൽസ് കിട്ടും, ആംഗിൾ കിട്ടും, T ഷേപ്പിലുള്ള ബാറുകൾ കിട്ടും, ഫ്ലാറ്റ് ബാറുകൾ കിട്ടും. അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഏത് ഷേപ്പിലേക്ക് വേണം, അല്ലെങ്കിൽ എത്ര വലുപ്പം വേണം, അല്ലെങ്കിൽ എത്ര നീളം വേണം, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്തെടുക്കുന്നു. അതിന് എന്താണ്? പലതരം മെഷീൻസ് ഉണ്ട്. അതെന്താണ്? ഹാക്സോ മെഷീന്,
കട്ടർ മെഷീന്, അബ്രാസീവ് കട്ടിങ് മെഷീന്, ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് സോ മെഷീന്, ഇങ്ങനെയുള്ള പല മെഷീൻസ്, അല്ലെങ്കിൽ ഗ്യാസിൽ കട്ട് ചെയ്യുക, അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് കട്ടിങ്. പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സിന്റെ ഒരു പ്രോസസ്സാണ് കട്ടിങ് പ്രോസസ്സ്. പ്രസ് വർക്ക് ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, മാർക്കറ്റിൽ നമുക്ക് എന്ത് കിട്ടുന്നു? 8x4 ഷീറ്റ് കിട്ടുന്നു. നമുക്ക് ഉപയോഗിക്കേണ്ട എന്താണ്? എല്ലാ 8x4 വേണ്ട, നമുക്ക് 1 by 1 ഒരടിക്ക് ഒരടി ആയിട്ടുള്ള പീസുകളാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രസ്സിംഗ് മെഷീനിലേക്ക്, പ്രസ്സിംഗ് അല്ല കട്ടിംഗ് മെഷീനിലേക്ക്, ഷിയറിംഗ് മെഷീനിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ഷീറ്റിന് വെച്ച് കൊടുക്കുന്നു. ഷിയറിംഗ് മെഷീൻ അതിന് എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് ഇടുന്നു. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വിടുന്നു. സോ ദാറ്റ് ഈസ് കട്ടിംഗ് പ്രോസസ്. അല്ലാന്നുണ്ടെങ്കിൽ വലിയ കനം, ഭയങ്കര കനമുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഫ്ലെയിം ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് വിടുന്നു. ഓക്കെ, കട്ടിംഗ് പ്രോസസ്. പ്രസ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഇപ്പൊ നമുക്ക് ഒരു ചീനച്ചട്ടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ മെറ്റൽ ദാറ്റ് ഈസ് മൈൽഡ് സ്റ്റീൽ ചീനച്ചട്ടി ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിനെ കൊണ്ടുവരുന്നു. ആ ചീനച്ചട്ടിയുടെ ഷേപ്പുള്ള ഡൈ ഉണ്ടാക്കണം. അടി കുഴിയും മുകളിൽ അതേമാതിരി പൊട്ടൂഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ചൂട് അങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ എന്താവും? നമുക്ക് ആ ചീനച്ചട്ടിയുടെ ഷേപ്പിൽ പ്രസ് ചെയ്തെടുക്കുന്നു. ഓക്കെ, പല വിധത്തിലുള്ള പ്രസ്സുകൾ. ഇപ്പൊ നമ്മുടെ വെൽപ്പുള്ളിക്ക് സൈഡിൽ കൂടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടല്ലേ, അതെങ്ങനെയാണ്? പ്രസ്സിൽ വെച്ചിട്ട് നമ്മുടെ ബാർ വെച്ചിട്ട് അതിന് പ്രസ് ചെയ്തെടുക്കുന്നു. ഓക്കെ, പ്രസ് വർക്ക്. പല വിധത്തിലുള്ള പ്രസ് വർക്കുകളുണ്ട്. ഡൈകളുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈന്റെ ഷേപ്പിലുള്ള ഇത് കിട്ടും. എന്ത് ഷേപ്പാണോ നിങ്ങൾക്ക് വേണ്ടത് അതേമാതിരി പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഓക്കെ, അതാണ് വേണ്ടത്. പിന്നെ ഷീറ്റ് മെറ്റൽ വർക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബോഡികളോ അല്ലാന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പുകളോ നമുക്ക് വേണ്ടിയിട്ട് ഷീറ്റുകളിൽ കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക, ഫോം ചെയ്തെടുക്കുക. അതിന്റെ പാറ്റേൺ ഏതാണ് ഷേപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ആ ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ അത് ഫോം ചെയ്തെടുക്കുക. അതാണ് ഷീറ്റ് മെറ്റൽ വർക്ക്. ഷീറ്റ് മെറ്റൽ വർക്കിൽ നോക്കിക്കോളും. പിന്നെ നമ്മളെ നെക്സ്റ്റ് എന്താണ്? നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന യൂട്ടൻസിൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ്? അതൊക്കെ നമ്മൾ സ്പിന്നിങ് എന്നൊരു പ്രോസസ്സാണ്. സ്പിന്നിങ്, അതായത് അലുമിനിയം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അലുമിനിയത്തിന്റെ കലത്തിന്റെ ഷേപ്പുള്ളതൊക്കെ എന്താണ് നമ്മുടെ ലെയ്ത് മെഷീൻ്റെ മാതിരി മെഷീനിൽ പിടിച്ചിട്ട് ഒരു ഫോമിങ് ടൂൾ വെച്ചിട്ട് അതിനെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അലുമിനിയം ഒക്കെ ആകുമ്പോൾ എന്താണ്? അത് റൊട്ടേറ്റ് ചെയ്യാൻ വിടും. അതിനൊരു സപ്പോർട്ട് ഉണ്ടാവും. ആ ബാർ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് വിടുന്ന സമയത്ത് റൗണ്ടായിട്ട് ആ ഷേപ്പിലുണ്ടാവും. ഓക്കെ, അത് അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് സ്പിന്നിങ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്. അപ്പൊ ഈ പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സിൽ എന്താണ്? ആക്യുറസി അത്ര പ്രശ്നമല്ല. അവിടെ എന്താണ്? നമ്മൾ അതിനൊരു ഷേപ്പാക്കി എടുക്കണം. ഞാൻ പറഞ്ഞത് നേരത്തെ മമ്മട്ടി, കോടാലി, വികാസ്, ഇപ്പൊ പാത്രങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് എന്ത് പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സിൽ എന്താണ്? അതിന്റെ സൈസ് അല്ലെങ്കിൽ മെഷർമെന്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയുള്ള പ്രോസസ്സ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് പ്രൈമറി ഷേപ്പിംഗ് പ്രോസസ്സ്. അപ്പൊ നോക്കിക്കോളൂ. അത് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സ്, ആ പ്രൈമറി ഷേപ്പ് ചെയ്ത് ഇപ്പൊ നമ്മളൊരു മെഷീൻ പാർട്ടാണ് വിചാരിക്കുക, അതെന്തെങ്കിലും സൈസിലായാൽ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് കറക്റ്റ് സൈസായിട്ടുള്ള എന്ത് വേണം? ഒരു ഷാഫ്റ്റിലേക്ക് അതിന്റെ മുകളിൽ ഇരിക്കുന്ന പുള്ളി കറക്റ്റ് സൈസാണെങ്കിൽ മാത്രമേ അത് അതിൽ മാച്ച് ആയി കിട്ടുള്ളൂ. മെഷീൻ പാർട്ടാകുമ്പോൾ എന്താണ്? ടു ദ സൈസ് ആയിരിക്കണം. ഓക്കെ, മെഷീനിങ് പ്രോസസ്. അതേമാതിരി നോക്കിക്കോളൂ. ഇപ്പൊ എന്താണ് സെക്കൻഡറി മെഷീൻ മാനുഫാക്ചറിംഗ് പ്രോസസ്? സെക്കൻഡറി പ്രോസസ്സിൽ എന്താണ്? മെഷീനിങ്, കട്ടിങ്, ഫിനിഷിങ്, ടർണിങ്, ഡ്രില്ലിങ്, പ്ലേനിങ്, ക്ലോട്ടിങ്, ഗ്രൈൻഡിങ്, വെൽഡിങ്, ബ്രേസിംഗ്, സോൾഡറിങ്, സ്ക്രൂയിങ്, റിവറ്റിംഗ്, പിന്നെ ഷ്രിങ്ക് ഫിറ്റിംഗ്, പ്രോസസ് ചേഞ്ചിങ്, പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. അതൊക്കെ നമ്മൾ അതിൽ ക്യാരി കഴിഞ്ഞാൽ പറഞ്ഞു. എന്നാൽ എന്താണ്? വളരെ ആക്യുറേറ്റ് ആയിട്ട് അതിന് ചെയ്യാം സെക്കൻഡറി മെഷീനിങ് പ്രോസസ്സ്. നമ്മളൊരു സാധനം പ്രൈമറി മെഷീനിങ് പ്രോസസ്സിൽ ഉണ്ടാക്കിയ ഒരു സാധനത്തിനെ മെഷീൻ ചെയ്തിട്ട് അതിനെ വേറെ ഷേപ്പ്, കറക്റ്റ് ഷേപ്പ്, സൈസ്, അതായത് നമുക്ക് ടോളറൻസ്. എന്താ ടോളറൻസ്? അതിന്റെ ഇന്ന ലിമിറ്റിന്റെ ഉള്ളിൽ ഇപ്പൊ എത്ര 10 സെന്റിമീറ്റർ ഡയമീറ്റർ ആവും. 10 സെന്റിമീറ്റർ ഡയമീറ്റർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? 10ൽ നിന്നും ലേശം അധികമോ ലേശം കുറവോ അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കുക. ദാറ്റ് ഈസ് 10.1-നും 9.99-നും ഇടയ്ക്ക് ഉണ്ടാക്കുക. ദാറ്റ് ഈസ് കാൾഡ് ടോളറൻസ്. ആ ടോളറൻസിൽ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെയാണ് മെഷീൻ ഷോപ്പിൽ ചെയ്യുന്നത്. ആ ടോളറൻസിൽ ഉണ്ടാക്കിയാൽ എന്താണ്? നമുക്ക് അതിന് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ്? ആ ഷാഫ്റ്റിന്റെ ഉള്ളിലേക്ക് ആ പുള്ളി കയറും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? എന്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ട്രാക്ഷൻ മോട്ടർ, റെയിൽവേയിലെ ട്രാക്ഷൻ മോട്ടറിന്റെ ഫിറ്റിംഗ് സെക്ഷൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് മോട്ടറിന്റെ മുകളിൽ എങ്ങനെ പിനിയൻ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ബോറ് കറക്റ്റായിട്ട് എടുത്ത് ആ ഷാഫ്റ്റ് കറക്റ്റായിട്ട് ടേപ്പറായിട്ട് എടുത്ത് അതിന്റെ മുകളിൽ മെറ്റൽ പെയിന്റ് അല്ലെങ്കിൽ ഒരു കളർ മാച്ചിങ്, ബ്ലൂ കളറോ അല്ലാണ്ടെങ്കിൽ റെഡ് ഓക്സൈഡ് കളറോ തേച്ച ശേഷം എത്ര പെർസെന്റേജ് ബെയറിംഗ് ഉണ്ടോ നോക്കി
അത് കറക്റ്റായിട്ട് നോക്കി അങ്ങനെ ഫിറ്റ് ചെയ്യുന്ന അത്രയും പെർഫെക്റ്റ് ആക്കി ചെയ്യുന്ന ആ പ്രോസസ്സാണ് സെക്കൻഡറി മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പൊ എന്താണ് മെഷീനിങ് ടു ദി സൈസ്, ഫിനിഷിങ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, അതിനൊക്കെ ലിമിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. മെഷീൻ ചെയ്യുമ്പോൾ ഇത്ര തന്നെ ഫിനിഷ് ഇത്രയും സർഫസ് റഫ്നെസ് ഇത്ര പെർസെൻറ്റേജ്, പിന്നെ അതേമാതിരി കളർ പിന്നെന്താണ് നമ്മൾ പറഞ്ഞത് ഗ്രൈൻഡ് ചെയ്യണം. അതിൻ്റെ ഇപ്പോൾ നമ്മൾ എന്താണ് സർഫസ് എത്രയും ഫിനിഷ് ആവണം, അതിനൊക്കെ ഗ്രൈൻഡിങ് എന്നുള്ള പ്രോസസ്സുകൾ. പിന്നെ നോക്കിയപ്പോൾ ഏത് ഷേപ്പാണോ നമ്മൾ ചെയ്യേണ്ടത് ആ ഷേപ്പിങ് ചെയ്യുന്ന ആ സ്ലാട്ടിങ് മെഷീൻ അതിലൊരു ഷേപ്പ് ചെയ്യാൻ പറ്റും. ലെയ്ത്തിൽ സർക്കുലർ ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റും. ഡ്രില്ലിങ് ഹോളുകൾ ഇടാൻ പറ്റും. മില്ലിങ് കോണ്ടോർസ് അതേമാതിരിക്കുള്ള ഷേപ്പുകൾ അല്ലെങ്കിൽ വീകൾ അല്ലാന്നുണ്ടെങ്കിൽ ഗിയർ വീലുകൾ ഇങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന ആ പ്രോസസ്സുകളാണ് സെക്കൻഡറി മെഷീനിങ് പ്രോസസ്സ്. അത് നിങ്ങൾക്ക് എന്താണ് S5-ലൊക്കെയാണ് ഉണ്ടാവുക. S5 S6-ലാണ് സെക്കൻഡറി മെഷീനിങ് പ്രോസസ്സ് മാക്സിമം ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾ പ്രൈമറി മെഷീനിങ് പ്രോസസ്സും ആണ് നിങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആ പ്രൈമറി മെഷീൻ പ്രോസസ്സിൽ എന്താണ് ആദ്യത്തെ സെക്ഷൻ കാർപ്പൻട്രി, സെക്കൻഡ് സെക്ഷൻ എന്താണ് ഫൗണ്ടറി, തേർഡ് എന്താണ് സ്മിത്തി, ഫോർത്ത് എന്താണ് വെൽഡിങ്, ഷീറ്റ് മെറ്റല്, ഫിറ്റ്. ഇത്രയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ.